ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പിലാണ്. ഒമാനിൽ വന്നിട്ട് ഞാൻ പോയിട്ടുള്ളത് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിപ്പാണ് ഇത്. ഞാൻ പോകുന്നത് അൽ ഷർക്കിയ ഡെസേർട്ടിലെ വഹിബ സാൻഡ്സിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് തന്നെ നല്ല അടിപൊളി ഒരു സൺറൈസും കൊണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എക്സ്പ്രസ് ഹൈവേ കൂടാണ്. എക്സ്പ്രസ് ഹൈവേ കൂടെ പോകുമ്പം രണ്ട് സൈഡിലും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ചെറിയ ടൗണുകളൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾ ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. റോഡിൻ്റെ രണ്ട് സൈഡും മലകളാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും ഒമാൻ്റെ സ്പെഷ്യാലിറ്റി മലകളാണ്. മലകളുടെ നടുക്കൂടുള്ള റോഡുകളിൽ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പോകുന്ന റൂട്ട് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ റൂട്ടിൽ 2 ടണലുണ്ട്. അതിലെ രണ്ടാമത്തെ ടണലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ രണ്ടാമത്തെ ടണൽ ആദ്യത്തെ ടണലിനേക്കാളും ഇച്ചിരൂടെ വലുതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇതിനെക്കാട്ടിലും വലിയ ഒരുപാട് ടണലുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ടണലായ അട്ട ടണൽ. ഓൾമോസ്റ്റ് 9 കിലോമീറ്റർ ലോങ് ആണ്. അപ്പോൾ അതുവഴിയൊക്കെ എനിക്ക് കാശ്മീരിലേക്കൊക്കെ ഒരു യാത്ര പോകാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഡെസേർട്ടിലെത്തി. ഈ ഡെസേർട്ടിൻ്റെ പേരാണ് വഹിബ സാൻഡ്സ്. സോഹാറിൽ നിന്ന് 400 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഇവിടെ വരാൻ വേണ്ടി. ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തൊട്ടിപ്പുറത്തൊരു വലിയൊരു സാൻഡ് ഡ്യൂണാണ്. ഒരു മല പോലെയാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മണലാണ്. എല്ലാം സാൻഡ് ഡ്യൂൺസ് ആണ് എല്ലായിടത്തും. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് 2 ഫാമിലി ആയിട്ടാണ്. ഒന്ന് ഞങ്ങളുടെ ഫാമിലി, പിന്നെ എൻ്റെ സ്കൂളിലെ ഒരു സാറും അവരുടെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് നാളെ 9 AM വരെ ഞങ്ങളുടെ സ്വന്തമാണിത്. സ്വന്തം, ഞങ്ങൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ അകത്തെ പ്രോപ്പർട്ടി ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഈ ഫുൾ സ്ഥലം നാളെ രാവിലെ 9 AM വരെ ഞങ്ങളുടെ സ്വന്തമാണ്. കണ്ടോ, ഇത് 2 സൈഡിൽ സാൻഡ് ഡ്യൂൺസ് ആണ്. അങ്ങോട്ട് നോക്കി വലിയ മലകൾ പോലെ സാൻഡ് ഡ്യൂൺസും വേറെ കുറേ പ്രോപ്പർട്ടീസും കാണാൻ പറ്റും. ഇതുണ്ട് ലിവിംഗ് റൂമാ. ഓക്കെ, ഈ ലിവിംഗ് റൂം ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. അപ്പം ഇവിടെ ഒരു TV ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഇത് ഇവിടുത്തെ ബെഡ്റൂം ആണ്. ഇതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് അടുത്ത റൂമാണ്. പിന്നെ ഇവിടെ കിച്ചണും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവിടുത്തെ കിച്ചൺ. നമുക്കൊരു റെഫ്രിജറേറ്റർ, ഒരു വാഷ് ബേസിൻ, ആവശ്യത്തിനുള്ള പാത്രങ്ങൾ ഇഷ്ടം പോലെ പാത്രങ്ങൾ, അതുപോലെ ഗ്യാസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ ഈ റൂഫൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പാം ട്രീസിൻ്റെ ഇലയുടെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. ഇതൊരു ഓപ്പൺ ടെൻ്റാണ്. ഇതിനകത്ത് ഇരുന്ന് നമുക്ക് സംസാരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും. അകത്ത് എൻ്റെ അനിയത്തിയും സാറിൻ്റെ മോനും ഇരുന്ന് കളിക്കുന്നത് കാണാം. ഇതും ഒരു ടെൻ്റാണ്, പക്ഷേ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് അകത്ത് കിടക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി കളറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിൽ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നൈറ്റിൽ ഒരു ഫുൾ നൈറ്റ് സ്റ്റേ ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ഇതെന്ത് ഉപയോഗിക്കാം. കാരണം അത്ര ഏരിയയും നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്നത്തെ ദിവസം വേറെ ആരുമില്ല. നമ്മൾ 2 ഫാമിലി മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടില്ലേ, ഒരാൾ സ്വന്തം കട്ടിലിരിക്കുന്ന പോലെ കൂളായിട്ടിരിക്കുന്നു. ഇറങ്ങി വാ. ഇതൊരു ഓപ്പൺ എലിവേറ്റഡ് ഏരിയയാണ്. ഇതിൻ്റെ മേലെ ടർഫൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനും കഴിക്കാനും സുഖമായിട്ടിരിക്കാനും കഴിക്കാനും പറ്റും. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കിടക്കാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 വാഷ്റൂമുകളും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. വലിയൊരു സാൻഡ് ഡ്യൂൺ, മലകൾ പോലെ നിൽക്കുന്നതും അവിടെ വേറെ കുറേ ക്യാമ്പിംഗ് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. സാൻഡ് ഡ്യൂണിൻ്റെ മണ്ടയ്ക്ക് ഒരു കാർ അവിടെ സഫാരിക്ക് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു 4x4 അവിടെ നിൽക്കുന്നത്? അതുപോലെ തന്നെ ഇനിയും ഈവനിങ് 3:30ക്ക് അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ബിദിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് ഹോട്ടൽസ് കാണും. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് അവിടെ പോയി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് സാറിൻ്റെ കാറിലാണ് പോകുന്നത്. നിങ്ങളിപ്പം ഒരു പണി നടക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ? അതാണ് അൽ മുന്തിരിബ് ഫോർട്ട്. ഇതിൻ്റെ റിനോവേഷൻ നടക്കുകയാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച ഇതൊരു പുതിയ ബിൽഡിംഗ് പണിയുവാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഫോർട്ടാണ്.
5. 1, 3. 1, 2, 3, 4, 5. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 3:30 ആയി. ഇപ്പം നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഇപ്പോൾ പോവാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പോകാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സ്ലോയിലാണ് പോകുന്നത്. Yes. We cannot even see. I can see from the window. Oh. അയ്യോ, കുലിക്ക് കൊടുക്കാൻ വഴിയാക്കി. Very nice time. Let's play sand. ഇതെന്തോ തുണികളൊക്കെ അകത്തുണ്ടല്ലോ. അങ്ങോട്ടും ഒക്കെ ഫുൾ ഉണ്ട്. ശംഖ്. Think about that. Yeah. ഞങ്ങൾ ക്യാമൽസിനെ കാണാൻ പോവാണ്. ഇവിടെ 4-5 ക്യാമൽസ് ഉണ്ട്. ക്യാമൽസ് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എൻജിൻ ഓൺ ആക്കുന്ന സൗണ്ട് തന്നെ. എൻജിൻ ഓൺ ആക്കുന്ന സൗണ്ട് തന്നെ. Wants to eat you. Yes. I am sad. Good. They are going. Bye bye. Nah. Huh? Really? I think baby camel is, I think it is his daddy, and another one must be his mommy. There's another baby also. 2 babies are there. I think 2. Now they are. Hello camel, come here. Come. Sir called and he's coming. No, don't come with us. Oh, Chota one is coming. Chota one. Come to read it. Come to read it. Give me that water bottle, please.
Bye bye.
അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഡെസേർട്ട് സഫാരിയൊക്കെ തീരാറായി. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. സൺസെറ്റ് ഓൾമോസ്റ്റ് തീരാറായി. ദേ അവിടെ ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത് കണ്ടോ. അവിടെ ഒരുപാട് ക്യാമ്പുകളുണ്ട്. അവിടെ പലതരം ആക്ടിവിറ്റീസും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ അമ്മ നടന്നു പോകുന്നു. ഇവിടെ വേറെ ആൾക്കാരും ഉണ്ട് സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്നത്. എന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒമാനിലാണെങ്കിൽ ഒരു വട്ടവേൽ ഇവിടെ വന്ന് കാണണം. പിന്നെ ഒമാനിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസസിൽ ഒന്നായിട്ട് ഞാൻ ഇത് കണക്കാക്കും. ഫ്രണ്ട്സ്, ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കണ്ടോ, നിറച്ച് ഗോട്ട. രാത്രിയിലൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ഇതിനെ ഇവിടെ അഴിച്ചു വിട്ടേക്കാൻ. ഇവിടെ മൊത്തം ഇതായിരുന്നു. ഇപ്പോൾ ഇതുങ്ങളെല്ലാം ഇവിടെ കാണുന്നത്. കണ്ടോ, നല്ല സുന്ദരന്മാരാ. ഇതിനെ കണ്ടോ, വെള്ളത്തിന് വെളുപ്പും ബ്രൗണും ഉള്ള. അപ്പോൾ ഒരു രാത്രി ഈ പ്രോപ്പർട്ടിയിൽ താമസിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾ സൺറൈസും കണ്ട് ഹോട്ട് എയർ ബലൂണും കണ്ട് അടുത്ത യാത്രയ്ക്കായിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ.